എന്തായാലും നീറ്റ് സുതാര്യമായിട്ട് തന്നെ നടത്തപ്പെടണം. വരും തലമുറകൾക്ക് പ്രതീക്ഷ അർപ്പിക്കാവുന്ന ഒരു എക്സാം തന്നെയായി മാറണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. എല്ലാവർക്കും ഇതിനകത്ത് നീതി കിട്ടട്ടെ. നേരത്തെ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് NTA നീറ്റിന്റെ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനം നടന്നു. അതിലെ അവരുടെ പ്രസ്താവനകൾ അനുസരിച്ച് കാര്യങ്ങളുടെ ഒരു പോക്ക് എന്ന് പറയുമ്പോൾ അവരിപ്പോഴും ഉറച്ചു നിൽക്കുന്നത് നീറ്റില് അതിനകത്ത് പേപ്പർ ലീക്ക് നടന്നിട്ടില്ല എന്നുള്ള കാര്യത്തിലാണ്. സോ അതുകൊണ്ട് തന്നെ പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിലുള്ള തെളിവുകൾ കോടതിയിൽ സമർപ്പിക്കപ്പെട്ട് അങ്ങനെ കോടതി ഒരു അന്വേഷണത്തിന് നിർദ്ദേശം നൽകാത്തിടത്തോളം പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോട്ട് അന്വേഷണം പോകുവാനുള്ള സാധ്യത കുറവാണ്. പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് ശക്തമായ തെളിവുകളും പ്രതിഷേധങ്ങളും ഉയർന്നു കഴിഞ്ഞാൽ മേ ബി അതിനകത്ത് ഇൻവെസ്റ്റിഗേഷൻ നടന്ന് അങ്ങനെ പേപ്പർ ലീക്ക് ഉണ്ടെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ വൈഡ് ആയിട്ടുള്ള ഒരു റീനീറ്റിനുള്ള പോസിബിലിറ്റി കാണുന്നുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന, നമുക്ക് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന കാര്യമാണ് എങ്ങനെയാണ് അടുത്തടുത്ത് വന്ന റോൾ നമ്പേഴ്സ് അവർക്ക് ഒരുപാട് പേർക്ക് ഓൾ ഇന്ത്യ റാങ്ക് 1 വന്നു എന്നുള്ളത്. അതിലോട്ട് കോടതി വഴിയാണെങ്കിലും കൃത്യമായ അന്വേഷണം കൊണ്ടുപോകാനും അതുവഴി അതിന് പിന്നിൽ പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷണം നടത്തി കൃത്യമായ ക്ലാരിഫിക്കേഷൻ അവരെ കൊണ്ട് നൽകിക്കാനും നമുക്ക് സാധിക്കണം. അതിനെന്തായാലും അവർ ഉത്തരം പറയേണ്ടി വരും. അതുപോലെ തന്നെ ഇനി NTA അവരിപ്പം ഒരു സമിതിയാണ് അതിനകത്ത് നിയോഗിച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകും. പക്ഷെ നമുക്കിപ്പം കാര്യങ്ങളുടെ പോക്ക് പ്രെഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് അതിനകത്ത് എന്തായാലും അവര് റീഅസസ്മെന്റിലോട്ട് പോകേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. കാരണം റീഅസസ്മെന്റിനും ഈ ഒരു ഗ്രേസ് മാർക്കിനും എതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുപയോഗിച്ച നോർമലൈസേഷൻ മെത്തേഡ് അതിന്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ അവര് നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ രീതിയിലുള്ള നോർമലൈസേഷൻ ആണ് അവർ യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിനകത്ത് യാതൊരു ലോജിക്കുമില്ല. അപ്പൊ അതിനകത്ത് ചിലപ്പോൾ പുതിയ നോർമലൈസേഷൻ മെത്തേഡ്സ് അവര് സമിതി അത് ഫോർമുല യൂസ് ചെയ്തിട്ട് ചിലപ്പം അങ്ങനെ പോകാം. അല്ലെങ്കിൽ നോർമലൈസേഷനും ഗ്രേസ് മാർക്കും അതിനെതിരെ കടുത്ത പ്രതിഷേധം ഉയർന്നത് കൊണ്ട് തന്നെ ഈ ഒരു എക്സാം സമയം നഷ്ടപ്പെട്ടവർക്ക് അവർക്ക് ആ ഗ്രേസ് മാർക്ക് പിൻവലിക്കുമ്പോൾ അവരുടെ റാങ്ക് ഒത്തിരി പിറകോട്ട് പോകും. അവർ കടുത്ത പ്രതിഷേധം ഉയർത്തും. കാരണം അവരുടെ ഭാഗത്ത് നിന്നുള്ള പ്രശ്നമായിരിക്കില്ല ഈ ഒരു സമയനഷ്ടത്തിന്റെ കാരണം. അപ്പം ആ കുട്ടികൾക്ക് വേണ്ടി കഴിഞ്ഞ നീറ്റ് എക്സാമിന്റെ അതേ ലെവലിലുള്ള ആ ഒരു ടഫ്നെസ് ലെവൽ അതേപോലെയുള്ള പേപ്പർ വെച്ചിട്ട് എക്സാം നടത്തുവാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ അതിനകത്ത് കാണുന്നത്. അപ്പൊ അങ്ങനെ ഒരു റീനീറ്റിനുള്ള പോസിബിലിറ്റി ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ പേപ്പർ ലീക്ക് ഇല്ലാത്തിടത്തോളം ഒരു വൈഡ് ആയിട്ടുള്ള റീനീറ്റിനുള്ള പോസിബിലിറ്റി ഞാൻ കാണുന്നില്ല. ഇനി ഇപ്പം ആ ഒരു റീനീറ്റ് നടത്തുമ്പോൾ തന്നെ ഒരുപാട് പേര് അതിനെതിരെയൊക്കെ പോകാം. ചിലപ്പം ചിലര് സമയം നഷ്ടപ്പെട്ടിട്ടുള്ള മറ്റൊരുപാട് പേര് അതിനകത്ത് പ്രൂഫുമായിട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആകാം. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാത്തിടത്തോളം പ്രോബബ്ലി ഇങ്ങനെയൊക്കെയാണ് സാധ്യതകൾ ഉള്ളത്. അവർക്കൊരു റീനീറ്റിനുള്ള പോസിബിലിറ്റി ആണ് ഉള്ളത്. അല്ലെങ്കിൽ ചിലപ്പം പുതിയ ഫോർമുലാസ് ഒക്കെ ഉപയോഗിച്ച് നോർമലൈസേഷൻ വന്നേക്കാം. പക്ഷെ അതൊക്കെ എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യപ്പെടുമെന്ന് നമുക്ക് അതിനകത്ത് കടുത്ത പ്രതിഷേധമാണ്. അപ്പം ഇങ്ങനെയൊക്കെ ആവാം എന്നാണ്. എനിവേ നമുക്ക് അതിന്റെ വ്യക്തത വരും നാളുകളിൽ വരും. എല്ലാവർക്കും സന്തോഷിക്കാവുന്ന രീതിയിൽ നല്ല രീതിയിൽ അവസാനിക്കട്ടെ എന്നുള്ളതാണ്. സോ ആ രീതിയിൽ നമുക്ക് അതിനകത്ത് കാര്യങ്ങൾ നടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.